ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ വെറൈറ്റി ഡെസേർട്ടാണ്. നോമ്പിനായാലും അല്ലെങ്കിൽ ഇപ്പോൾ ബറാത്തൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ കഴിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. നമ്മൾ മലബാർ സ്പെഷ്യൽ പാൽവാഴക്കൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വേറെ വേർഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അധികം പഴുക്കാത്ത പഴം, ഓവറായിട്ട് പഴുത്ത പഴം ഇതിനെടുക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഉന്നക്കായ പോലൊരു ഐറ്റമാണ്. അത് വെച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല ഓവറായിട്ട് പഴുത്ത പഴം എടുത്താൽ അത് ശരിക്കും നമുക്ക് റൗണ്ട് ചെയ്യാനും ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത പഴം എടുക്കരുത്, ഒരു മീഡിയം പഴുപ്പ് കുറയും ചെയ്യരുത്, ആ രീതിയിലുള്ള പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെറ്റിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട്, 2 സൈഡും ഒന്ന് കളഞ്ഞിട്ട് ഇത് പുഴുങ്ങാനായിട്ട് വെക്കുക. അപ്പോൾ ഞാനിത് പുഴുങ്ങുന്നത് സ്റ്റീം ചെയ്തിട്ട് ആവി കയറ്റിയിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഒരു 4 പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട്, നെറ്റി ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4 ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റീം ചെയ്ത് പുഴുങ്ങിയെടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കുടിക്കൊന്നുമില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം, അപ്പോൾ ഈ രീതിയിൽ തന്നെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതാ ഞാൻ വലിയൊരു തേങ്ങ വരും. ഇപ്പോൾ ചെറുതാണെന്നെങ്കിൽ 2 അല്ലെങ്കിൽ 1.5 തേങ്ങയൊക്കെ എടുത്താൽ മതി. വലിയൊരു തേങ്ങ എടുത്തിട്ട് നമ്മളിത് തേങ്ങാപ്പാലിലാണ് ചെയ്യണത്. അപ്പോൾ തേങ്ങാപ്പാലിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പാലിൽ ചെയ്താലും മതി. പക്ഷേ തേങ്ങാപ്പാലിലാവുമ്പോൾ അതിൻ്റേതായിട്ടൊരു ടേസ്റ്റിന് ഉണ്ടാവും. അപ്പോൾ ഇതാ ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിരവി വെച്ചിട്ടുള്ള ആ തേങ്ങയിൽ നിന്ന് കുറച്ചിവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്തിട്ട് നമുക്കിത് 3 പാലാക്കി എടുക്കണം. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, ആ രീതിയിൽ പാലെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്, കുറച്ച് മാത്രം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതാ 1-ാം പാല് കുറച്ചു, പിന്നെ അതിൽ കുറച്ച് കൂടുതലായിട്ട് 2-ാം പാലും അതുപോലെ കൂടുതലുള്ളത് 3-ാം പാലുമാണ്. അപ്പോൾ ഈ 3-ാം പാലിലാണ് നമ്മൾ ഇതിലേക്ക് ചൊവ്വരി വേവിച്ചെടുക്കണം. അപ്പോൾ ചൊവ്വരി വേവിച്ചെടുക്കുന്നത് ഈ ഒരു 3-ാം പാലിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചൊവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയുടെ 3-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് തിളച്ച് വന്ന ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, അത് കട്ട കുത്തുമൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയുടെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട്. തേങ്ങാ പണ്ടം എന്നൊക്കെ പറയുന്ന സംഭവം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നിന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം. പിന്നീട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, അതെടുക്കുക. നമ്മൾ എത്രയാണ് പഴം എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ആ പഴത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് കൂടുതലൊന്നും വാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് അതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നീട് അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു കറുത്ത അരികളുണ്ടല്ലോ, അത് നീക്കം ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, അതൊന്ന് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും അങ്ങനെ ഒഴിവാക്കിയിട്ട് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഓവറായിട്ട് നമുക്ക് പഴുത്ത പാടൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കുഴച്ചെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അതിനൊരു ടിപ്പ് ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള പഴം നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല, ഷേപ്പാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഷേപ്പാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പഴുപ്പിൽ തന്നെ പഴം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾ എടുത്തിട്ട് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന പോലെ ഉന്നക്കായുടെ ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ടിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഉന്നക്കായയുടെ ഷേപ്പിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ഇതുപോലെ ഞാൻ 10 ബോൾസ് ഈ ഒരു 4 പഴം വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ 10 ബോൾസും ഇതുപോലെ റെഡിയാക്കുക. ഉള്ളിൽ ഇങ്ങനെ തേങ്ങാപ്പണ്ടം വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യുന്ന പോലെ റൗണ്ട് ചെയ്യുക. ഉന്നക്കായ്ക്ക് എന്നല്ല, ഉന്നക്കായുടെ ഷേപ്പ് ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചൊവ്വരിയുടെ മിക്സ് ഉണ്ട്. ചൊവ്വരി നമ്മുടെ നാട്ടിൽ സാബുനരി എന്നൊക്കെ പറയും. അതിങ്ങനെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ 2ാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തന്നെ 3ാം പാൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. 2ാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഈ ഇതിലേക്ക് ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 3 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് നമ്മൾ ഉന്നക്കായൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഓയിലിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഉന്നക്കായൊക്കെ നമ്മൾ ചെയ്യണം അതേപോലെ. കഴിഞ്ഞ റമദാൻ നോമ്പിൽ ഞാൻ ഉന്നക്കായ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ മുന്നേ ഇട്ടതാണ്, കഴിഞ്ഞ വർഷം ഇട്ടതാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മധുരം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചൊവ്വരിയൊക്കെ നന്നായിട്ട് കുക്കായി വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഉന്നക്കായയുടെ ആ ഷേപ്പ് ഇതുണ്ടല്ലോ, ഉന്നക്കായ, അത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നങ്ങ് ചൂടാറിയ ഉടനെ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് 1ാം പാൽ ചേർത്ത ശേഷം നന്നായിട്ട് തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അതുപോലെ അത് പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കാഷ്യൂസും റൈസിൻസും ഒക്കെ ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മുന്തിരിയും ചേർത്തിട്ട് റോസ്റ്റ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കണ്ട് അതിൽ നിന്ന് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്, കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു തിക്നെസ്സിലാണ് ഇത് കിട്ടുക. അപ്പോൾ അത് ഒന്നുകൂടെ തണുക്കുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും കേട്ടോ. അത് നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കഴിക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു ഉന്നക്കായയിലേക്ക് അതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചൊവ്വരിയും തേങ്ങാപ്പാലൊക്കെ ഉള്ള മിക്സ് അതിൽ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെയൊക്കെ ഇതുപോലെ പാൽവായ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്